ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടികൾ വേഗത്തിലാക്കിയ അന്വേഷണ സംഘം ബെല്ലാരിയിൽ നിന്നടക്കം പിടിച്ചെടുത്ത 608 ഗ്രാം സ്വർണം റാന്നി കോടതിയിൽ ഹാജരാക്കി. 100 ഗ്രാമിന്റെ 5 സ്വർണ്ണക്കട്ടികളും 74 ഗ്രാമിന്റെ ഒരു കട്ടിയും ഹാജരാക്കിയതിൽ ഉൾപ്പെടുന്നു. TS ഹരികൃഷ്ണ വിശദവിവരങ്ങളുമായി നമുക്കിപ്പം ചേരുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിലെ നടപടികൾ ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം വേഗത്തിലാക്കിയിരിക്കുന്നത്? മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണനെ പോറ്റിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണോ? അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണിത്. SP ശശിധരൻ അദ്ദേഹം നേരിട്ടാണ് റാന്നി കോടതിയിൽ ഈ സ്വർണം ഹാജരാക്കിയിരിക്കുന്നത്. അതായത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാമത്തെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പരിശോധനയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിലും ഒപ്പം തന്നെ ബെല്ലാരിയിലും ചെന്നൈയിലും ഒക്കെ പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നൊക്കെ സ്വർണ്ണ ഭാഗങ്ങളും സ്വർണ്ണ കട്ടിയുമൊക്കെ അന്വേഷണ സംഘം പരിശോധനയിൽ കണ്ടെത്തി അത് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങളും ഒപ്പം തന്നെ വസ്തുവകകളുമുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ഇപ്പോൾ മുരാരി ബാബു അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസവും റാന്നി കോടതി 4 ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഇനിയിപ്പോൾ തെളിവെടുപ്പ് മറ്റു കാര്യങ്ങളും ഇനി നടക്കുകയും ചെയ്യും. ശരി, TS ഹരീഷാണ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹരീഷിനേക്ക് നല്ല ദിവസം ആശംസിക്കുന്നു. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടികൾ SIT സംഘം വേഗത്തിലാക്കുകയാണ്. ബെല്ലാരിയിൽ നിന്നടക്കം പിടിച്ചെടുത്ത 608 ഗ്രാം സ്വർണം കോടതിയിൽ ഹാജരാക്കി.